ലോകം കാത്തിരിക്കുന്ന പോരാട്ടത്തിന് ഇനി വെറും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഗ്രൂപ്പ് ജെയിലെ തന്നെ ഏറ്റവും ശക്തരായ രണ്ട് ടീമുകളുടെ പോരാട്ടം. ഈ മത്സരം വിജയിക്കുന്ന ടീമിന് റൗണ്ട് ഓഫ് 32-ൽ ടിക്കറ്റ് ഉറപ്പിക്കാം. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും വമ്പന്മാരെ വിറപ്പിച്ചെത്തുന്ന ഓസ്ട്രിയയും തമ്മിലാണ് പോരാട്ടം. കണക്ക് പുസ്തകങ്ങളിൽ വലിയ മാറ്റങ്ങളില്ല ഇരു ടീമുകളും തമ്മിൽ. വലിയ ടീമുകളെ അടിപതറിച്ചാണ് ഓസ്ട്രിയയുടെ വരവെങ്കിൽ നിലവിലെ ഫിഫ റാങ്കിങ്ങിലെ 1-ാം സ്ഥാനക്കാരായ അർജന്റീന ആദ്യ മത്സരത്തിൽ തന്നെ വലിയ മാജിക് വിജയവുമായാണ് എത്തുന്നത്. അർജന്റീന അൾജീരിയയെ 3 ഗോളുകൾക്ക് തകർത്തപ്പോൾ ഓസ്ട്രിയ ജോർദാനെ 3-1 തകർത്തത്. വീറും വാശി നിറഞ്ഞ പോരാട്ടത്തിന്റെ മുന്നോടിയായി വലിയ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ഓസ്ട്രിയ താരമായ മായ്സൽ സാബിറ്റ്സർ. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അർജന്റീന വെറും ഒരു ആവറേജ് ടീം മാത്രമാണ്. അവരെ ഞങ്ങൾ ഭയക്കുന്നില്ല. മറ്റുള്ള ടീമുകളെ പോലെ തന്നെ അവർക്കൊരു പ്രത്യേകതയുമില്ല. പിന്നെ മെസ്സി, അയാൾ പഴയതുപോലെയൊന്നുമല്ല. ഇപ്പോൾ എതിരാളികളെ ഭയപ്പെടുത്തുന്നൊന്നുമില്ല. ഞങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ ജയിക്കും. അങ്ങനെയായിരുന്നു ഓസ്ട്രിയൻ സൂപ്പർ താരമായ മായ്സൽ സാബിറ്റ്സറിന്റെ വാക്കുകൾ മൂർച്ചയേറാം. ആത്മവിശ്വാസം ചിലപ്പോൾ അഹങ്കാരത്തിന്റെ അതിർവരമ്പുകൾ ഭേദിക്കാം. അർജന്റീന വെറും ഒരു സാധാരണ ടീം മാത്രമാണ്. മെസ്സി ഇപ്പോൾ ഭയപ്പെടുത്തുന്ന വീര്യമൊന്നുമില്ല. മായ്സൽ സാബിറ്റ്സറിന്റെ വാക്കുകൾ ഒരുപക്ഷെ മൈതാനത്തിന് പുറത്തും വെറും ഒച്ചപ്പാടുകൾ മാത്രമാണ്. എന്നാൽ ചരിത്രം സാക്ഷിയായ കാൽപന്ത് മന്ത്രവാദിക്ക് മുന്നിൽ യുദ്ധം തുടങ്ങും മുമ്പ് വിധി പ്രസ്താവിക്കുന്നത് എത്രത്തോളം വലിയ വിഡ്ഢിത്തമാണെന്ന് കാലം എത്രയോ തവണ തെളിയിച്ചതാണ്. 39-ാം വയസ്സിന്റെ നിറവിലും ലോകകപ്പിന്റെ അത്യുജ്വല വേദിയിൽ ഹാട്രിക് തിളക്കത്തോടെ വിസ്മയം തീർക്കുന്ന 10-ാം നമ്പറുകാരൻ വെറും ഒരു കളിക്കാരനല്ല, അവൻ ചരിത്രമാണ്. കാൽപന്തിന്റെ വസന്തങ്ങളെ സ്വന്തം കാൽക്കീഴിലാക്കി ഈ മാന്ത്രികന്റെ കാലുകൾക്ക് ഇപ്പോഴും അതേ മൂർച്ചയുണ്ട്. പ്രായം വെറും ഒരു അക്കമാണെന്ന് ഓരോ തവണയും എതിരാളികളുടെ പ്രതിരോധ കോട്ടകൾ തകർത്ത് പന്ത് വലയിലെത്തിക്കുമ്പോഴും അയാൾ ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇന്ന് രാത്രി ആ പച്ചപ്പുൽ മൈതാനം സാക്ഷി വഹിക്കാൻ പോകുന്നത് വാക്കുകൾ കൊണ്ടുള്ള പോരാട്ടത്തിനല്ല, മറിച്ച് കാലുകൾ കൊണ്ടുള്ള മൂർച്ചയേറിയ മറുപടിക്കാണ്. കളിയാക്കിയവരും നിസാരമായി കണ്ടവരും ഗാലറിയിൽ നിശബ്ദരായി വിസ്മയത്തോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന നിമിഷങ്ങൾ വിദൂരമല്ല, മണിക്കൂറുകളെ ബാക്കിയുള്ളൂ. ഓസ്ട്രിയൻ നിരയുടെ വെല്ലുവിളികൾക്കായുള്ള എല്ലാ മറുപടിയും ആ മാന്ത്രികന്റെ ബൂട്ടുകളിൽ നിന്ന് തന്നെ പിറവിക്കൊള്ളും. ഇപ്പോൾ അവൻ സംസാരിക്കട്ടെ, വിമർശനങ്ങളുടെ അലയൊലികൾ ഉയരട്ടെ. കാരണം റഫറിയുടെ ആദ്യ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മൈതാനത്തൊരു സിംഹഗർജനം മാത്രമേ അവശേഷിക്കൂ. അർജന്റീനയുടെ ആ നീലയും വെള്ളയും ജേഴ്സിയിൽ മെസ്സി എന്ന ഇതിഹാസം വീണ്ടും വിസ്മയം തീർക്കുമ്പോൾ ഇന്ന് ലോകം മുഴുവൻ ആ കാൽക്കരുത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി തലകുനിക്കും. ഗോളാകൃതിയിലുള്ള ആ പന്ത് സംസാരിക്കട്ടെ, ചരിത്രം ആവർത്തിക്കട്ടെ. വേൾഡ് കപ്പിലെ പല റെക്കോർഡുകളും ഇന്ന് രാത്രി കടപുയകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വെല്ലുവിളിയൊന്നും ഇഷ്ടത്തോടെ സ്വീകരിച്ചവനാണ് ലിയോ. ഇന്ന് രാത്രി മാജിക് പിറക്കുമെന്ന വിശ്വാസത്തിലാണ് ഓരോ അർജന്റീന ആരാധകരും.